ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈൽസ് ടു ഗോ ചാനൽ. അൽമാട്ടിയിൽ വന്നിട്ട് 4-ാമത്തെ ദിവസമാണ്. ഇന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നഗരത്തിൽ നിന്ന് അല്ലെങ്കിൽ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് അധികം ദൂരത്തല്ല ഒരു സ്കീയിങ് സ്റ്റേഷനുണ്ട്. ഷിംബുലാക് സ്കീയിങ് സെൻറ്റർ ആൻഡ് മെഡോ കേബിൾ കാർ. ഈ മഞ്ഞുകാലത്തല്ലാതെ സ്കീയിങ് സെൻറ്ററിൽ എന്ത് കാര്യമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. സമ്മർ സമയത്തും അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്ന സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലും നമുക്ക് ചില ആക്ടിവിറ്റികൾ അവിടെ ചെയ്യാൻ പറ്റും. അതിലൊന്നാണ് കേബിൾ കാറിലൂടെയുള്ള യാത്ര. ടിയാൻ ഷാങ് മലനിരകളുടെ മുകളിലൂടെ നമുക്ക് കേബിൾ കാറിലൂടെ നീങ്ങാം. അതാണ് ഞങ്ങളുടെ പ്രധാന ഉദ്ദേശം. അൽമാട്ടി സിറ്റിയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത്. അത്ര വലിയ സിറ്റിയൊന്നുമല്ല, റെസിഡൻഷ്യൽ ഏരിയയും ഫ്ലാറ്റുകളൊക്കെ കടന്ന് ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. എന്നോട് കുറച്ച് സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു, കസാക്കിസ്ഥാനിലേക്ക് നമ്മൾക്ക് വിസ വേണോ, എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കൂടി ഞാനിവിടെ പറയുകയാണ്. കസാക്കിലേക്ക് വരാനായിട്ട് ഇന്ത്യക്കാർക്ക് വിസയുടെ ആവശ്യമില്ല. വിസ ഫ്രീ എൻട്രി ആണ്. എയർപോർട്ടിൽ ജസ്റ്റ് എമിഗ്രേഷൻ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞാൽ മതി. വേറൊരു ഫോർമാലിറ്റി അവിടെ ഇല്ല. പിന്നെ ഫ്ലൈറ്റിൻ്റെ കാര്യമാണെങ്കിൽ നമുക്ക് 2 ഓപ്ഷനാണ് പ്രധാനമായിട്ടുള്ളത്. കൊച്ചിയിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല. കൊച്ചിയിൽ നിന്ന് ഒന്നുകിൽ നമ്മൾ ഡൽഹിയിൽ വന്നിട്ട് ഡൽഹിയിൽ നിന്ന് അൽമാട്ടിയിലേക്ക് വരാം, ഇപ്പോൾ ഞങ്ങൾ സഞ്ചരിച്ച പോലെ. അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലേക്ക് വരിക. മിഡിൽ ഈസ്റ്റിലെ ഷാർജയോ അല്ലെങ്കിൽ ദുബായ് വന്നിട്ട് അവിടെ ബഡ്ജറ്റ് എയർലൈൻസ് ആയ എയർ അറേബ്യ അല്ലെങ്കിൽ ഫ്ലൈ ദുബായ്, ഇതിനൊക്കെ കണക്ഷൻസ് ഉണ്ട് അൽമാട്ടിയിലേക്ക്. അങ്ങനെ നമ്മൾക്ക് അൽമാട്ടിയിലെത്താം. നഗരാതിർത്തി കഴിഞ്ഞ് നമ്മളിപ്പോൾ ചെറിയൊരു വനപ്രദേശത്തോട്ട് കയറിയിരിക്കുകയാണ്. അൽമാട്ടി ശരിക്കും വനത്താൽ ചുറ്റപ്പെട്ട ഒരു നഗരം തന്നെയാണ്. കസാക്കിസ്ഥാന്റെ ഏറ്റവും വലിയ നഗരവും അൽമാട്ടി തന്നെയാണ്. അസ്താനയാണ് ക്യാപിറ്റലെങ്കിലും സൗത്ത് കസാക്കിസ്ഥാന്റെ ക്യാപിറ്റൽ എന്നൊരു വിശേഷണം കൂടി അൽമാട്ടിക്കുണ്ട്. സോവിയറ്റ് കാലത്ത് അൽമാട്ടിയായിരുന്നു കസാക്കിന്റെ ക്യാപിറ്റൽ. പിന്നീടാണ് അസ്താനയായി മാറിയത്. പക്ഷേ വിനോദസഞ്ചാരികൾക്ക് പ്രിയങ്കരം, അസ്താനയേക്കാൾ പ്രിയങ്കരം അൽമാട്ടി തന്നെയാണ്. ഏകദേശം അരമണിക്കൂർ നീണ്ട യാത്രയ്ക്ക് ശേഷം ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് ഷിംബുലാക് കീ റിസോർട്ടിലെ മെഡോ കേബിൾ കാർ സ്പോട്ടിലേക്കാണ്. അൽമാട്ടിയുടെ പർവ്വത പ്രദേശത്തിന്റെ അതിമനോഹരമായ സൗന്ദര്യം ആസ്വദിക്കാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു സ്പോട്ടാണ് ഷിംബുലാക് കീ റിസോർട്ട്. ഇവിടെയുള്ള കേബിൾ കാർ യാത്ര ഒരു ഗതാഗതം മാത്രമല്ല, മറിച്ച് യാത്രക്കാർക്ക് ഒരു അനുഭവം തന്നെയാണ് നൽകുന്നത്. നിരവധി ടൂറിസ്റ്റുകൾ ഈ സ്പോട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ സ്ഥലം വിനോദസഞ്ചാരികൾക്കും നാട്ടുകാർക്കുമിടയിൽ വളരെ ജനപ്രിയമാണ്. പ്രത്യേകിച്ച് മഞ്ഞുകാലത്താണ് കേട്ടോ. മഞ്ഞുകാലത്ത് സ്കീയിങ്ങും സ്നോബോർഡിങ്ങും അതുപോലുള്ള വിൻ്റർ ആക്ടിവിറ്റികൾ ചെയ്യാനായിട്ട് പല രാജ്യത്തു നിന്നുള്ള ആളുകൾ ഇവിടെ എത്താറുണ്ട്. പുറമേയുള്ള കാഴ്ചകൾ കണ്ട ശേഷം ഞങ്ങൾ മുകളിലേക്ക് നടന്നു. ഇവിടെയാണ് മലമുകളിലേക്ക് കയറാനുള്ള ഗൊണ്ടോളയ്ക്കുള്ള ടിക്കറ്റ് വിൽക്കുന്ന കേന്ദ്രമുള്ളത്. ഗൊണ്ടോള സഞ്ചരിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. 2011 ഏഷ്യൻ ഗെയിംസിനുള്ള തയ്യാറെടുപ്പിനായിട്ടാണ് ഇവിടെ ഈ ഗൊണ്ടോള നിർമ്മാണം 2007 ആരംഭിച്ചത്. ഓസ്ട്രിയൻ കമ്പനിയായ ഡോപ്പൽമെയർ ഗൊണ്ടോള ലിഫ്റ്റ് പദ്ധതിയുടെ ഭാഗമായിരുന്നു നിർമ്മാണം. 2010 ഈ ഗൊണ്ടോളയുടെ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായത്. ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ മുന്നോട്ട് നടന്നു. ഒരാൾക്ക് 2000 ടെങ്കെ, അതായത് ഏകദേശം നമ്മുടെ 400 രൂപയാണ് പ്രവേശന ഫീസ്. ടിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് ഞങ്ങൾ ഗൊണ്ടോളയിലേക്ക് പ്രവേശിച്ചു. ഇനി അങ്ങോട്ട് ടിയാൻ ഷാങ് പർവ്വതനിരയുടെ അതിമനോഹരമായ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടുള്ള ഒരു യാത്രയാണ്. നിർഭാഗ്യവശാൽ ഞങ്ങൾ കയറിയ ഗൊണ്ടോളയുടെ ഗ്ലാസ് അത്ര ക്ലിയർ ആയിരുന്നില്ല. എങ്കിലും താഴെയുള്ള കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്.
പാർക്ക് ചെയ്തിരിക്കുന്ന കാറുകൾ, ഐസ് റിങ്ക്, അതെല്ലാം കണ്ടുകൊണ്ട് ഞങ്ങൾ യാത്ര തുടരുകയാണ്. പിന്നീട് എപ്പോഴോ ചെറിയൊരു ഹോൾ ഞാൻ കണ്ടു. ആ ഹോളിലൂടെ ക്യാമറയുടെ ലെൻസ് വെച്ചപ്പോൾ അത്യാവശ്യം നല്ല ക്ലാരിറ്റിയോടെ എനിക്ക് വിഷ്വൽസ് കിട്ടി. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഷിംബുലക് ഗോണ്ടോള റൈഡിന്റെ ഒന്നാമത്തെ ഫേസിൽ എത്തിയിരിക്കുകയാണ്. ഏകദേശം 2000 മീറ്റർ, അതായത് സമുദ്രനിരപ്പിൽ നിന്ന് 2000 മീറ്റർ ഉയരത്തിലാണ് ഈ ഒന്നാമത്തെ ഫേസ്. അതിസുന്ദരമായ ഒരു ദൃശ്യം തന്നെയാണ് ഇവിടെ എത്തുമ്പോൾ കാണുന്നത്. 4 ഭാഗത്തും മഞ്ഞു മൂടിയ മലനിരകൾ, അതിന് നടുവിലായി പച്ചപുതച്ച പുൽമേടുകൾ. ആ പുൽമേടുകളിൽ ഇരുന്ന് സഞ്ചാരികൾ, സുഹൃത്തുക്കളുമായും അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുമായിട്ട് വന്ന സഞ്ചാരികളൊക്കെയാണ്, അവർ അങ്ങനെ കുശലം പറഞ്ഞിരിക്കുന്നു. കാശ്മീരിലെ ഗുൽമാർഗുമായി എനിക്ക് വളരെ സാദൃശ്യം തോന്നി ഈ പരിസരമൊക്കെ കണ്ടപ്പോൾ. ഫേസ് 1ലെ കാഴ്ചകൾ കണ്ട് നടന്ന് ക്ഷീണിക്കുന്നവർക്ക് റിഫ്രഷ്മെന്റിനായിട്ട് ഇവിടെ 1-2 കോഫി ഷോപ്പുകളുണ്ട്, റെസ്റ്റോറൻറ്റ്സ് കാണാം. അതുപോലെ നമുക്ക് സൊവിനിയേഴ്സ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടെ 2-3 കടകളുണ്ട്, അവിടെ നമുക്ക് സാധനങ്ങൾ വാങ്ങാം. അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുമ്പോൾ തനത് കസാക്ക് വേഷം ധരിച്ച 1-2 ആൾക്കാരെ കണ്ടു. അതൊരു ഫോട്ടോഷൂട്ടായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് കസാക്ക് വേഷം ധരിച്ച് ഫോട്ടോ എടുക്കാം, അവരത് ഫ്രെയിം ചെയ്ത് നമ്മൾക്ക് തന്നെ തരും. അപ്പം നമുക്ക് നാട്ടിലേക്ക് പോകുമ്പോൾ നമുക്കിതൊക്കെ ഒരു ഓർമ്മയ്ക്കായിട്ട് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ഞാനും ആനന്ദും ആ വേഷവിധാനമൊക്കെ ചെയ്ത് ഞങ്ങളും എടുത്തു 1-2 ഫോട്ടോസ്. ഇത്രയുമാണ് ഫേസ് 1ലെ കാഴ്ചകൾ. ഞങ്ങൾക്ക് ഫേസ് 2-ൽ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഫേസ് 2 അടച്ചിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ബേസ് സെന്ററിലേക്ക് ഞങ്ങൾ പോവുകയാണ്. വീണ്ടും ഗൊണ്ടോളയിൽ കയറി താഴെയുള്ള കാഴ്ചകൾ കണ്ട് അങ്ങനെ യാത്രയായി. മെഡോവിലെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ ഇനി പോകുന്നത് സിറ്റി സെന്റർ ഭാഗത്തേക്കാണ്. അൽമാട്ടി നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണമായ ഒരു വലിയ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് സിറ്റി സെന്ററിലാണ്. ഗ്രീൻ ബസാർ എന്നാണ് അതറിയപ്പെടുന്നത്. അൽമാട്ടിയിൽ വരുന്ന വിനോദസഞ്ചാരികൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു വലിയ മാർക്കറ്റ് തന്നെയാണത്. അവിടേക്കുള്ള യാത്രയാണ്. ഇരുവശവും മരങ്ങൾ നിറഞ്ഞ വിശാലമായ അൽമാട്ടിയിലെ റോഡുകളിലൂടെയുള്ള സഞ്ചാരം ഏറെ ഹൃദ്യമാണ്. അതുപോലെ പർവ്വതങ്ങളുടെ പശ്ചാത്തലത്തിൽ നിരവധി പാർക്കുകളും തോട്ടങ്ങളും ഇവിടെയുണ്ട്. വനപ്രദേശമെല്ലാം പിന്നിട്ട് ഞങ്ങളിപ്പോൾ അൽമാട്ടി നഗരത്തിനോട് അടുത്തുകൊണ്ടിരിക്കുന്നു. ഈ നഗരത്തിന് അൽമാട്ടി എന്ന പേര് വന്നതിന് ഒരു ചരിത്രമുണ്ട്. 1921-ൽ, അതായത് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന സമയത്ത് ഈ നഗരത്തെ അൽമയറ്റ എന്നാണ് പേര് നൽകിയത്. അതൊരു റഷ്യൻ നാമമായിരുന്നു. 1991-ൽ കസാക്ക് സ്വതന്ത്രമായതോടെ ഒരു കസാക്ക് പേരായ അൽമാറ്റി, അതിനർത്ഥം ആപ്പിളിന്റെ പിതാവ് എന്നാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണ് ഈ നഗരത്തിന് അൽമാറ്റി എന്ന പേര് വന്നത്. സെൻകോ കത്തീഡ്രൽ സ്ഥിതി ചെയ്യുന്ന പാർക്കിനടുത്ത് ഞങ്ങൾ ടാക്സിയിൽ ഇറങ്ങി. ഇവിടെ നിന്ന് ഒരു ചെറിയൊരു സ്ട്രീറ്റ് ക്രോസ് ചെയ്താൽ മതി, നമുക്ക് ബസാറിലേക്ക് എത്താം. അൽമാട്ടിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ മാർക്കറ്റ് ഇവിടുത്തുകാർക്ക് മാത്രമല്ല വിനോദസഞ്ചാരികൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. കാരണം ഇതൊരു കേവലം ഷോപ്പിംഗ് സെന്റർ മാത്രമല്ല കേട്ടോ, ഇവിടുത്തെ സംസ്കാരവും പാരമ്പര്യവും അറിയാനായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഗ്രീൻ ബസാർ മാർക്കറ്റ്. പ്രധാന കെട്ടിടത്തിന് പുറമെയായി നിരവധി കച്ചവടക്കാരുണ്ട്. ബാഗുകളും തുണിത്തരങ്ങളും കരകൗശല വസ്തുക്കൾ വിൽക്കുന്നവരുമാണ് കൂടുതൽ. അവിടെയും കച്ചവടങ്ങൾ നന്നായി നടക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് ഞങ്ങൾ മുന്നോട്ട് നടന്നു.
ഞങ്ങൾ ആ വിശാലമായ മാർക്കറ്റിലേക്ക് കടന്നു. വെറുതെയല്ല, നല്ല വൃത്തിയും ഏറ്റവും വലിപ്പമുള്ള മധ്യേഷ്യയിലെ മാർക്കറ്റുകളിൽ ഒന്നാണ് ഗ്രീൻ ബസാർ എന്ന് പറയുന്നത്. വിവിധ ഇനം പഴവർഗ്ഗങ്ങൾ, ഞാൻ ഇതുവരെ കാണാത്ത ഫ്രൂട്ട്സ് ഇവിടെ കണ്ടു. പച്ചക്കറികൾ, വിവിധ ഇനം മാംസം, സുഗന്ധവ്യഞ്ജനങ്ങൾ, പരമ്പരാഗത കസാക്ക് വസ്ത്രങ്ങൾ, അതുല്യമായ കരകൗശല വസ്തുക്കൾ എന്നിവയുടെ ഒരു നിധി തന്നെയാണ് ഈ ഗ്രീൻ ബസാർ. ഇവിടുത്തെ കച്ചവടക്കാർ വെറും വിൽപ്പനക്കാർ മാത്രമല്ല, അവർ ശരിക്കും ഒരു സ്റ്റോറി ടെല്ലർമാർ കൂടിയാണ്. അതായത് അവരിങ്ങനെ അവരുടെ ഉൽപ്പന്നങ്ങളെ പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ ഉത്ഭവം എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിനിടയിൽ നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യും. അതായത് നമ്മൾ ഏത് രാജ്യക്കാരാണെന്ന് മനസ്സിലാക്കി. ഇപ്പം ഞങ്ങളെയൊക്കെ കണ്ടറിയാലോ, ഇന്ത്യക്കാരാണ്. അങ്ങനെ ഇന്ത്യക്കാരാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ ഇന്ത്യൻ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്നു. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മളുടെ പ്രധാനമന്ത്രി, നമ്മുടെ നേതാക്കന്മാരുടെ പേരൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ സിനിമാ നടന്മാരുടെ പേര് പറഞ്ഞ് നമ്മളെ ആകർഷിക്കുകയാണ്. അപ്പോൾ ഒന്ന് രണ്ട് കടകളിൽ ചെന്നപ്പോൾ, ഒന്ന് രണ്ടല്ല, ഒരു മിക്ക ഈ ഷോപ്പിൽ ചെന്നപ്പോൾ ഈ വിൽപ്പനക്കാർ പറയുന്നത് നമസ്തേ നരേന്ദ്രമോദി നരേന്ദ്രമോദി എന്നൊക്കെ പറഞ്ഞിങ്ങനെ സംബോധന ചെയ്യണം. അതൊരു കൗതുകരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു. How are you, Narendra Modi? Welcome Kazakhstan. Come in. How are you, brother? Welcome to Kazakhstan. That's right. You people, Narendra Modi. Good. Yes. This is pistachio. Narendra Modi Zindabad. ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഇവിടെ വെച്ചിരിക്കുന്നത് തന്നെ കലാപരമായിട്ടാണ്. വിവിധ വർണ്ണത്തിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് കണ്ടാൽ തന്നെ നമുക്ക് വാങ്ങാൻ തോന്നും. പിന്നീട് ഞങ്ങൾ പോയത് മീറ്റ് വിൽക്കുന്ന സ്റ്റോളിലേക്കാണ്. മീറ്റ് വിൽക്കുന്ന സ്റ്റോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന മാംസവും തടിമാടന്മാരായ കുറേ ഇറച്ചിവിട്ടുകാരും. ഇവിടെ അങ്ങനെ ഒന്നുമല്ല കേട്ടോ. എല്ലാം വളരെ വൃത്തിയോടെ, വളരെ ഭംഗിയോടെ നിരത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ രൂക്ഷഗന്ധമൊന്നുമില്ല. ഇറച്ചി എന്ന് പറയുമ്പോൾ ഇറച്ചി മാത്രമല്ല, മൃഗങ്ങളുടെ പല അവയവങ്ങളും ഇവിടെ വിൽക്കുന്നുണ്ട്. കസാക്കികൾ മാത്രമല്ല ഇവിടെ കച്ചവടം നടത്തുന്നത്. മറ്റ് മധ്യേഷ്യൻ രാജ്യങ്ങളായ കിർഗിസ്ഥാൻ, ഉസ്ബെക്ക്, തജാക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ കച്ചവടത്തിനായി വരുന്നുണ്ട്. ഞങ്ങൾ പിന്നീടെത്തിയത് ചീസ് വിൽക്കുന്ന സ്റ്റോളിലേക്കാണ്. ചീസിന്റെ നല്ല സുഗന്ധം ഞങ്ങളെ അങ്ങോട്ട് ആകർഷിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. വിവിധ തരത്തിലുള്ള ചീസുകളാണ് ഇവിടെ വിൽക്കുന്നത്. ആട്ടിൻപാൽ കൊണ്ടുള്ളത്, പശുവിൻ പാൽ കൊണ്ടുള്ളത്, എന്തിന് കുതിരപ്പാൽ കൊണ്ടുള്ള ചീസ് വരെ ഇവിടെ ലഭ്യമാണ്. അതുപോലെ പല വേരിയന്റ് ആണ് ഇവിടെ കാണുന്നത്. റൗണ്ട് ഷേപ്പിലുള്ളത്, സ്ട്രിങ് പോലെയുള്ളത്, അങ്ങനെ അതൊക്കെ കണ്ടു നടക്കാൻ തന്നെ ഒരു രസമായിരുന്നു. ചീസ് ഞങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം തോന്നി. ഇവിടെ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം. നന്നായി ബാർഗെയിൻ ചെയ്യാൻ അറിയാവുന്നവർക്കാണ് ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്നത്. കാരണം ഇവർ പറയുന്ന വില വളരെ ഓവർ പ്രൈസ്ഡ് ആയിരിക്കും. അവർക്കറിയാം നമ്മൾ പുറം നാട്ടുകാരാണ്. അതുകൊണ്ട് അവരുടെ ടെങ്കയായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ടുള്ള നമുക്കറിയില്ലല്ലോ. ആ ഒരു നമ്മളുടെ കഴിവുകേട് അവർ മുതലാക്കാൻ നോക്കും. അതുകൊണ്ട് മാക്സിമം ബാർഗെയിൻ ചെയ്യുക. ഞങ്ങൾ അങ്ങനെയാണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് അവിടെ നിന്ന്. പ്രധാനമായിട്ടും വാങ്ങിച്ചത് ചീസ്, ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ്, അതൊക്കെയാണ്. അതുപോലെ ക്രീം രൂപത്തിലുള്ള ചീസും ഇവിടെ കിട്ടും. ഞങ്ങൾക്കതൊക്കെ ടേസ്റ്റ് ചെയ്യാൻ തോന്നും. അവരും ഇടയ്ക്കിടയ്ക്ക് ചായയിൽ കലക്കി കുടിക്കുന്നുണ്ട് അത്. പിന്നീട് ഞങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സ് വിൽക്കുന്ന കടയിൽ ഒന്നുകൂടി ചെന്നു. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പതുക്കെ ആ മെയിൻ ഭാഗത്തുനിന്ന് ഞങ്ങൾ ഇറങ്ങി. ഇനി ഞങ്ങൾ പോകുന്നത് തുണിത്തരങ്ങൾ വിൽക്കുന്ന കടയിലേക്കാണ്. ഇവിടെ നല്ല ജാക്കറ്റുകൾ കിട്ടുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഒരു ജാക്കറ്റ് വാങ്ങിക്കണം എന്നൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ ആ ഏരിയയിലോട്ട് ഞങ്ങൾ ഇറങ്ങിയത്. മിക്കതും ഇവിടെ തന്നെ നിർമ്മിക്കുന്നതോ അല്ലെങ്കിൽ എക്സ്പോർട്ട് ക്വാളിറ്റിയുള്ള ടർക്കി, കിർഗിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിർമ്മിക്കുന്ന നല്ല ജാക്കറ്റുകൾ ഇവിടെ ലഭിക്കും. അങ്ങനെ ഞാൻ ഒരെണ്ണം വാങ്ങി.
നല്ല ക്വാളിറ്റിയുള്ളൊരു ജാക്കറ്റാണ്. ഞാനത് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ഏകദേശം 10,000 ടെങ്കയായി. 10,000 ടെങ്ക എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു 2,000 രൂപ. Turkish jacket from Kazakhstan. Okay, bro. Your name? Okay. Candos. Chandos. Candos. Oh, similar name in India. That's Santos. Okay. So. Okay. വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളും സോവിനിയേഴ്സ് ഒക്കെ വാങ്ങി ഞങ്ങൾ ബസാറിൽ നിന്ന് അങ്ങനെ ഇറങ്ങുകയാണ്. നല്ലൊരു അനുഭവം തന്നെയായിരുന്നു ഇവിടെ. അങ്ങനെ അൽമാട്ടിയിലെ 4ാമത്തെ ദിവസവും കഴിഞ്ഞിരിക്കുന്നു. ഇനി ഞങ്ങൾക്ക് ഇവിടെ ഒരു ദിവസം കൂടിയേ ഉള്ളൂ. വീണ്ടും പാൻഫിലോവിലെ കാഴ്ചകളാണ് ഞങ്ങൾ കാണാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആ കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.